ആഭ്യന്തര വകുപ്പിലെ വിവാദങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന ആരോപണങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരേ സമയം യൂത്ത് ലീഗ് മാർച്ച് നടത്തും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പ്രതിഷേധം തുടരും. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. പ്രതിഷേധങ്ങൾ തുടരുകയാണ്, ഇനിയും തുടരും. അത് ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമല്ലേ? ശ്രുതി, തുളസി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തന്നെ സംസ്ഥാനത്ത് തലസ്ഥാന നഗരത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ സമരമൊക്കെ വളരെ കലുഷിതമായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള അബിൻ വർക്കിക്ക് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ സമരത്തിലൊക്കെ നേരിട്ടത്. കഴിഞ്ഞ ദിവസം KPCCയുടെ ആഭിമുഖ്യത്തിലും വളരെ ശക്തമായിട്ടുള്ള ഒരു സമര സദസ്സ് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തി. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മലപ്പുറത്തുണ്ടായിട്ടുള്ള പീഡനം നടന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പരാതിക്കാരി മുന്നോട്ട് വരുന്നു. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, PV അൻവർ ഉയർത്തിയ ആരോപണ വിധേയനായിട്ടുള്ള ഒരു മലപ്പുറം മുൻ SP ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് നീക്കം. എന്തായാലും നിലവിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം KPCCയിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം, ഇന്ന് തിരുവനന്തപുരത്ത് വളരെ കാര്യമായിട്ടുള്ള സമരങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഈ വിഷയങ്ങളിൽ സമരമുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നും വന്ന വെളിപ്പെടുത്തലിനോട് അനുബന്ധിച്ച് തന്നെ ഇന്നിപ്പോൾ മലപ്പുറത്ത് യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നു. മലപ്പുറം ജില്ലയിൽ മുഴുനീളം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ 4 മണിയോടുകൂടി തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മാർച്ച് സംഘടിപ്പിക്കും. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ അടക്കമുള്ളവർ ഈ മാർച്ചിന് നേതൃത്വം നൽകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, സംസ്ഥാനത്ത് യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെയും ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന് ഉയർന്ന ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ എന്തായാലും യുവജന സംഘടനകൾ ഇപ്പോൾ ഈ വിഷയത്തിൽ സമരവുമായി മുന്നോട്ട് വരുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, വരുന്ന തിങ്കളാഴ്ച യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വലിയൊരു പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, BJP ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്ന സമയത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മാസപ്പടി വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനോടനുബന്ധിച്ച് തന്നെ സഹകരണ ബാങ്കുകൾ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ സമരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിലേക്കുള്ള ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉയരുമ്പോൾ തുടരെ പോലീസിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ട് BJP മൗനം പാലിക്കുന്നു എന്നുള്ളതൊരു വലിയൊരു വിഷയമാണ്. പലപ്പോഴും BJP അധ്യക്ഷൻ ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോഴും പ്രത്യക്ഷ സമരത്തിലേക്ക് BJP വരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ തലസ്ഥാന നഗരത്തും ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഴുനീളം കണ്ടു. കൊല്ലത്തിൽ, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ കണ്ടു. അതിനോടനുബന്ധിച്ച് തന്നെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അക്രമാസക്തമാവും വിധം നേതാക്കൾക്കുൾപ്പെടെ മർദ്ദനമേൽക്കുന്ന വിധത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ഇന്നിപ്പോൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ, ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടി ഏത് രീതിയിലായിരിക്കും അവർ പ്രതിഷേധങ്ങൾ കൂടുതൽ കടുപ്പിക്കുക? എന്തൊക്കെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ എതിർ നീക്കങ്ങൾ, അരുൺ? ശ്രുതി, ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. നാളെയും ഇത്തരത്തിൽ നമുക്ക് KPCCയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഇന്നും നാളെയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രത്യക്ഷമായിട്ടുള്ളൊരു സമരത്തിന് നീക്കമില്ല എന്നുള്ളതാണ്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു വലിയൊരു പ്രതിഷേധ കൂട്ടായ്മകൾ, സദസ്സുകൾ സംഘടിപ്പിക്കുന്നുള്ളതാണ്. ഇതിൽ ലോക്കൽ തലങ്ങളിൽ തന്നെ ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ തലത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഈ ഒരു വിഷയം ആരോപിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്ന് മലപ്പുറത്ത് എന്തായാലും യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിയോടുകൂടി ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുക. ഇതിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന സെക്രട്ടറിയുള്ള PK ഫിറോസ് ആണ്. മാത്രമല്ല, യുവജന സംഘടനകൾ, എന്തായാലും യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് സംഘടനകൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും KSU അടക്കമുള്ള സംഘടനകൾ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകൾ അടക്കമുള്ള സംഘടനകളെല്ലാം വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് വരും. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിൽ വളരെയധികം സംഘർഷമുണ്ടായി. ഇതിൽ 10ഓളം പ്രവർത്തകർക്കെതിരെ
മുഖ്യമന്ത്രിക്കെതിരെ കേസ് എടുത്തിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇതിൽ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കുളത്തിൻ്റെ ജാമ്യം പരിഗണിക്കുമെന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും 10ഓളം പ്രവർത്തകർക്ക് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല 200ഓളം അറിയാവുന്ന 200ഓളം പ്രവർത്തകർക്കെതിരെ ഇതിൽ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും പൊതുമുതൽ നശിപ്പിക്കുക, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അടക്കമുള്ള കേസുകളാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസവും വലിയ ശക്തമായിട്ടുള്ള ഒരു 1000ഓളം പ്രവർത്തകർ അണിചേർന്ന ഒരു സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അത് വലിയ കാര്യമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്കൊന്നും കടന്നിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഉയർന്ന ആരോപണം അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ആ വിഷയത്തിൽ എന്തായാലും അപ്ഡേറ്റുകൾ ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് തന്നെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധ സമരങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തന്നെയും മുഖ്യമന്ത്രിക്കെതിരെ ഒരു അല്ലെങ്കിൽ മാസപ്പടി വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരാൻ ഇരിക്കുമ്പോഴാണ് PV അൻവർ ഭരണകക്ഷിയിലുള്ള ഒരു MLA തന്നെ കോൺഗ്രസിന് ഒരു ആയുധം ഇട്ടുകൊടുക്കുന്നു. PV അൻവർ MLA മുന്നോട്ട് വരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിക്കെതിരെയും അതുപോലെ തന്നെ ഈ ആരോപണമെതിരായിട്ടുള്ള പോലീസ് സുജിത് ദാസിന് അടക്കമുള്ള ADGP MR അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെ വളരെ ആരോപണം വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും ആഭ്യന്തര വകുപ്പ് നിഴലിൽ നിൽക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് നിയമിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ള വിഷയത്തിൽ ഇതുവരെയും FIR ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്നുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളുണ്ടാകും. അതുമാത്രമല്ല ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേസ് അതുപോലെ ADGP MR അജിത് കുമാറിൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ട് CBIക്ക് കേസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ VD സതീശൻ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് എന്തായാലും CBIക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അതിനോടനുബന്ധിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ രാജിയും അവർ ആവശ്യപ്പെടുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും തീർത്തും തിങ്കളാഴ്ച തൊട്ട് എന്തായാലും ശക്തമായിട്ടുള്ള സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ കാണും. അവിടെ യുവമോർച്ചയുടെ സമരവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന വിവരം. ശ്രുതി, ശരി. അരുൺ സോളമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.